നമ്മൾ ഇംഗ്ലീഷിലെ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ പറയും. ഉദാഹരണത്തിന് ഞാൻ പോയാലോ എന്ന് പറയും. അതുപോലെ തന്നെ പഠിച്ചാലോ, ഒരാളോട് പറയാം പഠിച്ചാലോ, അങ്ങനെ ഒരു സജഷൻ പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കളിച്ചാലോ, സഹായിച്ചാലോ, അതുപോലെ തന്നെ വിളിച്ചാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദമാണ് ഷാൾ ഐ എന്നുള്ള ഒരു വാക്കാണ് വരുന്നത്. ഷാൾ ഐ. അപ്പോൾ ഈ ഒരു വാക്കുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഷാൾ ഐ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോയാലോ എന്നാണ് അർത്ഥം വരിക. ഷാൾ ഐ ഗോ, ഞാൻ പോയാലോ എന്നാണ് അർത്ഥം വരിക. അതുപോലെ തന്നെ ഷാൾ ഐ കോൾ, ഞാൻ വിളിച്ചാലോ എന്നാണ് അർത്ഥം വരുന്നത്. ഷാൾ ഐ യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ചാലോ എന്നാണ് അർത്ഥം വരിക. ഷാൾ ഐ പ്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചാലോ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഷാൾ ഐ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ സഹായിച്ചാലോ എന്നാണ് അർത്ഥം വരിക. അപ്പൊ ഷാൾ ഐന് ശേഷം എന്താണോ പദങ്ങൾ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു അർത്ഥം ലഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ എടുത്താലോ എന്ന് പറയാ എന്നുള്ളത് ജസ്റ്റ് കമന്റിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ രീതിയിലുള്ള ഇംഗ്ലീഷ് ടിപ്സിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു സോ മച്ച്.